നമസ്കാരം. DD പോസിറ്റീവ് വേൾഡിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെല്ലാവരും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെ വിലപ്പെട്ട സമയം ഒരുക്കി വെച്ച് ഈ ഒരു പ്രോഗ്രാമിന് എൻ്റെ ഒപ്പം നിങ്ങളുണ്ട്. ലൈഫിന് എല്ലാവർക്കും ആർക്കും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അല്ലേ? പക്ഷേ നിങ്ങൾ ജീവിക്കുന്ന ലൈഫിന് എനിക്ക് ഒരു കുറച്ചും കൂടി ബെറ്റർ ആക്കാനും ഗ്രേറ്റർ ആക്കാനും എനിക്ക് നിങ്ങൾക്ക് പ്രോമിസ് തരാൻ പറ്റും. നിങ്ങൾ എൻ്റെ ഒപ്പം ഈ ജേർണിയിൽ ഉണ്ടെങ്കിൽ, ഇന്ന് കണ്ടു നാളെ കണ്ടു അങ്ങനെയല്ല, കൺസിസ്റ്റൻ്റായി കാണണമെങ്കിൽ ഈ ഒരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എന്തിനാ ഗ്രേറ്റ് ആക്കണം? എനിക്ക് ഓൾറെഡി എല്ലാം ഉണ്ട്, എനിക്ക് ജോലിയുണ്ട്, എൻ്റെ കുട്ടികളെല്ലാം അങ്ങനെയല്ല. ബേസിക്കലി നമ്മൾ എന്തോ ഒരു മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്നിട്ട് അവസാനം എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ അതായിട്ടില്ല, അത് കിട്ടിയില്ല, ഒരു ഓൾവേസ് ഒരു എക്സ്പെക്റ്റേഷൻ മോഡിലായിരിക്കും അല്ലേ? അപ്പോൾ എന്താണ് ഈ ഗ്രേറ്റർ ലൈഫ്? എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് ഒരു ശ്രമം നടത്തേണ്ടത്? ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് വേ ഓഫ് തോട്ട് പ്രോസസ് എങ്ങനെ വരേണ്ടത്? ഇത് നമ്മളൊരു തുടക്കമായിട്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഇതിന് തുടങ്ങാം. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം ഒരു റൂട്ടിംഗ് റെവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ്. എൻ്റെ ഈ റെവല്യൂഷൻ്റെ പേരാണ് റൂട്ടിംഗ് റെവല്യൂഷൻ. ഇത് ആക്ച്വലി എഡ്യൂക്കേഷനും ബിസിനസ് ഇൻഡസ്ട്രീനൊക്കെ നല്ലൊരു ഗ്രോത്ത് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഒരു ഇൻഡിവിജ്വൽ ഗ്രോത്ത് കൊണ്ടുവരാൻ ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ ഇതൊരു ഉദാഹരണം വെച്ച് തുടങ്ങാം നമുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും മഹാഭാരതം അറിയാമല്ലോ. ഒരു എപ്പിക് വാറായിരുന്നു പാണ്ഡവയും കൗരവും തമ്മിൽ അല്ലേ? അപ്പോൾ ഇതിനു മുന്നേ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ കൗരവരുടെ അടുത്ത് പോയിട്ട് ഒരു പീസ് ട്രീറ്റിയൊക്കെ വെച്ചപ്പോൾ അതൊക്കെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഈ വാർ നടക്കണം നല്ല കൺഫേംഡ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ആദ്യത്തെ ദിവസം ശ്രീകൃഷ്ണൻ അർജുൻ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വാരിയർ അർജുനാണ് അല്ലേ എല്ലാവരും. അപ്പോൾ അർജുനന് ബാറ്റിൽ ഫീൽഡിൽ കൊണ്ടുപോയിട്ട്, അതായത് യുദ്ധസ്ഥലത്ത് കൊണ്ടുപോയിട്ട് കൗരവർ സേനേനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അർജുൻ ഇവരെ എല്ലാവരും കണ്ടപ്പോൾ അർജുൻ ആകെ സ്റ്റക്കായിപ്പോയി അല്ലേ? കാരണം അവനോട് റിലേറ്റീവ്സിനാണ് അർജുൻ കൊല്ലാൻ പോണത് അല്ലേ, ഫൈറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ കണ്ണിന് കണ്ണീർ വന്നു. അങ്ങനെ ബോസിന് ആരോസൊന്നും എടുക്കാൻ പറ്റില്ല, അമ്പും വില്ലൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അർജുൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നീ യുദ്ധം ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്കൊന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഓൺ റിലേറ്റീവ്സിനെ ഞാൻ കൊല്ലും. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ഗീതാപദേശനായിട്ട് പറഞ്ഞു. അതിലൊരു കാര്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഇന്ന് യുദ്ധം ചെയ്ത് മരിച്ച് അടുത്ത ജന്മത്തിൽ പോകുമ്പോൾ, അപ്പോൾ നിങ്ങൾ ഭീഷ്മ പിതാമഹനെ കാണുമ്പോൾ അവർ നിങ്ങളെ തിരിച്ചറിയില്ല, നിങ്ങൾ വേറെ ഒരു ആളായിട്ടല്ലോ. അപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ കർമ്മ ചെയ്യുക. എന്താ കർമ്മ? നിങ്ങൾ അധർമ്മൻ്റെ അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്തിട്ട് ധർമ്മം സ്ഥാപിക്കുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ ഫൈറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെയാണ് അർജുനൻ ഈ അമ്പുവില്ലെടുത്ത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇതാണ് നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ ഇത്ര ടാലൻറ്റഡ് ആയാലും ഇത്ര എഡ്യൂക്കേറ്റഡ് ആയാലും നമ്മൾ അറ്റ് വൺ പോയിൻ്റ് ഓഫ് ടൈം സ്റ്റക്ക് ആവണം. നമ്മളെ മൈൻഡ് സ്റ്റക്ക് ആവാണ്. കാരണം എന്താ? നമ്മളെ ഡിസിഷൻ മേക്കിങ് പുറത്തത്തെ സിറ്റുവേഷനിലെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ പറയുന്നതാണ്. ഔട്ട്സൈഡ് സിറ്റുവേഷൻ, അതായത് കോമ്പറ്റീഷനാണ്, ഒരാൾ നമ്മളെ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ ഗവൺമെൻറ് തരുന്നില്ല, പല എക്സ്ക്യൂസും പറയും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മളെ ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മളെ ഉള്ളിലത്തെ നമ്മളെ ഇൻസൈഡ് കണ്ടീഷനാണ്, നമ്മുടെ തോട്ട് പ്രോസസ്സാണ്. അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ ആ റൂട്ട്സ്, നമ്മളെ മൈൻഡ് റൂട്ട്സ് എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, എങ്ങനെ നമ്മൾ ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻസ് കപ്പാസിറ്റി കൊണ്ടുവരുന്നത്, അത് ഈ എപ്പിസോഡ് സീരീസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്റ്റേ ട്യൂൺ. താങ്ക് യു.